بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش. والصلاة والسلام على نبيه الكريم وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. السلام عليكم ورحمة الله وبركاته. മഹത്തായ പുതിയ ഉസൂൽ സിദ്ധിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവയിൽ 4 അസ്റുകളും നാം പഠിച്ചു കഴിഞ്ഞു. 4ാമത്തെ അസ്ർ അവസാനമായി നാം എടുത്ത പ്രധാനപ്പെട്ട വിഷയം എന്താണ് യഥാർത്ഥ വിജ്ഞാനം, ആരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ, ആരാണ് യഥാർത്ഥ ഫുഖഹാക്കൾ. നുസൂസുകൾ ഖുർആനിലും ഹദീസിലും വന്ന ആ മഹത്തായ വിജ്ഞാനം എന്താണ്? അതാണ് അൽ ഇൽമു ശർഈ. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വിജ്ഞാനമാണ് യഥാർത്ഥ വിജ്ഞാനം. അത് ഉൾക്കൊണ്ട പണ്ഡിതന്മാരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. അതാണ് കഴിഞ്ഞ വേളയിൽ അവസാനമായി പഠിച്ച അസ്ൽ. അതിനെതിരായുള്ള ഇൽമു ശർഈക്ക് എതിരായുള്ള തത്വചിന്ത, തത്വശാസ്ത്രം, ഫൽസഫ, അതേപോലെ തന്നെ ശർഈന് വിരുദ്ധമായ പല വിജ്ഞാനങ്ങളും അത് ബാത്തിലായ ഇൽമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മുമ്പ് തന്നെ ഇൽമുൽ കലാമിനെ വിമർശിച്ചിട്ടുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, അതേപോലെ ശേഷം വന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാവരും ഇൽമുൽ കലാം വിമർശിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പണ്ഡിതന്റെ പേര് ഇമാമുൽ ഹറമൈൻ അബുൽ മആലി ജുവൈനി. ആരുടെ ഉസ്താദാണ്? അല്ല, ഇമാം ഗസാലിയുടെ ഉസ്താദാണ്. 728 പറഞ്ഞത്. 470 ശേഷമാണ് അബുൽ മആലി ജുവൈനി. കുറെ വർഷമുണ്ട്. അബുൽ മആലി ജുവൈനി ഇമാമുൽ ഹറമൈൻ പറഞ്ഞത്. ഇമാമുൽ ഹറമൈൻ ഇമാം ഗസാലിയുടെ ഉസ്താദാണ്. അബുൽ മആലി ജുവൈനിയും ശിഷ്യനായ അബൂ ഹാമിദ് ഗസാലിയും ഇരുവരും ഇൽമുൽ കലാമിൽ വലിയ പണ്ഡിതന്മാരായിരുന്നു. ഇബ്നു തൈമിയ്യ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നു, അവരെ വിശേഷിപ്പിച്ചുകൊണ്ട് കാനും അദ്കിയാഇൽ ആലം, ഈ പ്രപഞ്ചത്തിലെ അതിബുദ്ധിശാലികളായിരുന്നു. എന്താ സംഭവിച്ചത്? ഫൽസഫയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക വിശ്വാസങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അവർ പഠിപ്പിച്ചത്. ഇമാമുൽ ഹറമൈനും അബൂ ഹാമിദ് ഗസാലിയും ഒക്കെ മരണത്തിന് മുമ്പ് അവർ തൗബ ചെയ്ത് മടങ്ങിയെന്നാണ് പറഞ്ഞത്. യാ അസ്ഹാബി ലാ തശ്തഗിലു ബിൽ കലാം. ഇമാമുൽ ഹറമൈൻ മരിക്കുന്നതിന് പറഞ്ഞതാണ്, എന്റെ കൂട്ടുകാരൻ, നിങ്ങൾ ഒരിക്കലും ഇൽമുൽ കലാമിൽ അകപ്പെട്ടു പോകരുത്. ഞാൻ അതിൽ നിന്ന് പശ്ചാത്തലിച്ച് മടങ്ങുകയാണ്. ഞാൻ എന്റെ ഉമ്മായുടെ മാതാവിന്റെ അഖീദയിലാണ്. നൈസാബൂരിലെ കിളവികളുടെ ആ ശുദ്ധപ്രകൃതം ഉണ്ടല്ലോ, ആ ശുദ്ധപ്രകൃതം ഉൾക്കൊണ്ട ആ യഥാർത്ഥ ഇസ്ലാമിനാണ് ഞാൻ മരണപ്പെടുന്നവർക്ക് മരിച്ചത്. അതേപോലെ ഇമാം റാസി അശ്ശരികളുടെ വലിയ പണ്ഡിതനായിരുന്നു. അശ്ശരി അഖീദയുടെ വലിയ സൂത്രധാരനായിരുന്നു ഇമാം റാസി. അവരുടെ വലിയ വലിയ മൗലിക തത്വങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയ പണ്ഡിതൻ. തഅസീസുൽ തഖ്ദീസ് പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത്. അതിന് മുമ്പ് ഇൽമുൽ കലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു 10 നിയമങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതിന് ഓരോന്നായിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഖണ്ഡിച്ചുകൊണ്ട് അതിനെ പൊളിക്കുകയാണ് ബയാൻ തൽബീസിൽ ജഹ്മിയ്യ എന്ന ഗ്രന്ഥത്തിൽ, ഫീ തഅസീസ് ബിദ്അഇഹിം അൽ കലാമിയ്യ. അപ്പോൾ ഈ ഇമാം റാസിയും അദ്ദേഹം പറയുന്നു, ഞാൻ ഇതുവരെ ഖീല ഖാലയാണ് പറഞ്ഞു നടന്നത്. അതുകൊണ്ട് ഇൽമുൽ കലാം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല. ഖുർആനിന്റെ തരീഖയാണ് അഫ്ദലുൽ തരീഖത്ത് തരീഖത്തുൽ ഖുർആൻ. ഖുർആനിന്റെ തരീഖയാണ് ഏറ്റവും നല്ല അഖീദ പഠിക്കാനുള്ള ശരിയായ രീതി. എന്താണ്? ഇസ്ബാത്തിനും നഫിയും നാം ഖുർആനിക ആയത്തുകൾ വായിച്ച് മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ സിഫാത്തുകൾ യഥാർത്ഥം പഠിക്കണമെന്ന്.
ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിന് ആരും തുല്യനായില്ല, സാദൃശ്യക്കാരില്ല. അത് നഫിയാണ്, നിഷേധമാണ്. എന്നാൽ അല്ലാഹുവിന്റെ സിഫാത്തുകൾ സ്ഥിരപ്പെടുത്തുമ്പോൾ വഹുവ സമീഉൽ ബസീർ. ഇൽമുൽ കലാമിന്റെ ആൾക്കാർ പലതും നിഷേധിക്കാനാണ് നോക്കുന്നത്, നഫീന്റെ ആൾക്കാരാണ്. മറുഭാഗത്തിൽ അള്ളാഹുമായി സൃഷ്ടികളുമായി അള്ളാഹിനെ സാദൃശ്യപ്പെടുത്തുന്ന വിഭാഗമുണ്ട്. അവർക്കാണ് മുശബ്ബിഹ എന്ന് പറയുന്നത്. ഇരു കൂട്ടരുടെയും മധ്യത്തിലാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അള്ളാഹിന്റെ സിഫാത്തുകൾ സ്ഥിരപ്പെടുത്തും, എന്നാൽ സൃഷ്ടികളെ പോലെയല്ല എന്നും പറയും. അതേപോലെ തന്നെ ഇൽമാണെന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗം, പിഴച്ച വിഭാഗമാണ് ഷിയാക്കൾ. ഷിയാക്കളുടെ വിശ്വാസം എന്താണ്? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഖീദയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വിഷയം എന്താണ്? ഇമാമത്ത്. ഇമാമത്താണ് ഏറ്റവും വലിയ വിഷയം. എന്താണ് ഇമാമത്ത് എന്ന് പറഞ്ഞാൽ? അവിടെയാണ് അവർ പറയുന്നത്, അവരുടെ ഗ്രന്ഥങ്ങളിലേക്ക്, ഈ റവാഫിദുകളുടെ ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരം കാണാൻ പറ്റും. ഹഖുൽ യഖീൻ ഫി മഅരിഫത്തി ഉസൂലുദ്ദീൻ എന്ന പുസ്തകത്തിൽ പറയാണ്, ഇമാമത്ത് മൻസിബുൻ ഇലാഹിയ്യുൻ കന്നുബുവ, പ്രവാചകത്വം പോലെയുള്ള ഒരു മഹത്തായ ഒരു പദവിയാണ്, ദൈവീക പദവിയാണ് ഏത്? ഇമാമത്ത്. ഈ ഇമാമത്തിനാണ് നുബുവത്തും ഒന്നാണ്. അതേപോലെയാണ് പ്രവാചകന്മാർ മാസൂമികളാണ്, അതേപോലെ ഇമാമികളും മാസൂമികളാണ്. മാത്രമല്ല ചില ഗ്രന്ഥങ്ങളിൽ, ഷിയാക്കളുടെ ചില ഗ്രന്ഥങ്ങളിൽ നുബുവത്തിനേക്കാളും ബഹുമാനമുള്ള പദവിയാണ് ഇമാമത്ത് എന്നും പറഞ്ഞ ഷിയാ പണ്ഡിതന്മാരുണ്ട്. നമ്മുടെ അറബി ഭാഷ വായിക്കാൻ കഴിയുന്ന നമ്മുടെ പ്രവർത്തകർക്ക് നല്ലൊരു പുസ്തകമുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് എളുപ്പത്തിൽ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങൾ, പിന്നെ അഖീദ, അപകടകരമായ അഖീദ പഠിക്കാനുള്ള പിന്നെ ഒരു പുസ്തകം ഞാൻ പറഞ്ഞു തരാം. അഖായിദു അശ്ശിയ അൽ-ഇത്നൈ അശ്രിയ്യ, അഖായിദ് അശ്ശിയ അൽ-ഇത്നൈ അശ്രിയ്യ എന്ന പുസ്തകം. അതിന്റെ രചയിതാവ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ സഅദ് അശ്ശഫരി. അബ്ദുറഹ്മാൻ അശ്ശഫരി എഴുതിയ ഷിയാക്കളുടെ വിശ്വാസങ്ങൾ, സുആൽ വ ജവാബ്, ചോദ്യോത്തരം. ചോദ്യം മുമ്പുണ്ടാക്കും, ഉത്തരം. അതിന്റെ ഫുട്നോട്ടിൽ ഷിയാക്കളുടെ മറാജിദ് റഫറൻസസ്, നമുക്ക് ഗ്രന്ഥങ്ങൾ നമുക്ക് ശരിക്കും ഇവിടെ അറബ് ലോകത്തിൽ ലഭ്യമല്ല. ഷിയാക്കളുടെ വലിയൊരു ദുരൂഹത എന്താണ്? അവരുടെ ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുക. എന്താണ്? അതിൽ ധാരാളം കളവുകളും സാധാരണ ജനങ്ങൾക്ക് പോലും അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ തോന്നിവാസങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങൾ അവർ പ്രചരിപ്പിക്കില്ല. അഹ്ലുസുന്നത്താണ് ഏത് വിഭാഗമാകട്ടെ, സൂഫികളാകട്ടെ, അഹ്ലുസുന്നയിലെ ഏറ്റവും പിഴച്ച വിഭാഗക്കാർ സൂഫികൾ എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഗ്രന്ഥങ്ങൾ അവർ ധൈര്യപൂർവ്വം പ്രചരിപ്പിക്കുന്നുണ്ട്. അത്രയും അതിനേക്കാൾ എത്രയോ പിഴക്കായ മോശപ്പെട്ട സാഹിത്യങ്ങളാണ് ഷിയാക്കളുടെ സാഹിത്യങ്ങൾ. അതിനൊക്കെ ശരിക്ക് ഇതിനൊരു ഉദാഹരണമാണിത്. നുബുവത്ത് പോലെയാണ് ഇമാമത്ത്. അതാണ് ഇൽമ്, അവരുടെ കാഴ്ചപ്പാടിൽ അതാണ് ഇൽമ്. അതിന് വിരുദ്ധമായി അഹ്ലുസുന്നത്തോ കുഫാറുകളാണ്. ശരി, ഇനി നമുക്ക് അൽ അസ്ലുൽ ഖാമിസിലേക്ക് പ്രവേശിക്കാം. അതാണ് നമ്മുടെ ഈ സെഷനിലുള്ള നാം പഠിക്കേണ്ട അസ്ല്. അൽ അസ്ലുൽ ഖാമിസ്. സ്ക്രീനില്ല, ക്ലിയർ. അൽ അസ്ലുൽ ഖാമിസ് ലേഖനത്തിൽ നോട്ടുണ്ടാകും. അഞ്ചാമത്തെ അടിസ്ഥാന വിഷയം എന്താണ്? ബയാനുല്ലാഹി സുബ്ഹാനഹു ലിഔലിയാഇല്ലാഹി وتفريقه بينه وبين المتشبهين بهم من أعداء الله المنافقين والفجار. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് വിശദീകരിച്ചു. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? അല്ലാഹുവിന്റെ മിത്രങ്ങൾ ആരാണ്? അവരോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ സാദൃശ്യപ്പെടാൻ ശ്രമിക്കുന്ന അല്ലാഹുവിന്റെ ശത്രുക്കളായ കപടവിശ്വാസികളും ധിക്കാരികളും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹു വ്യക്തമാക്കി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് വെളിപ്പെടുത്തി. മാത്രമല്ല അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? അള്ളാഹു ശത്രുക്കൾ. അള്ളാഹു ശത്രുക്കളും അള്ളാഹുവിന്റെ ഔലിയാക്കളും തമ്മിൽ എന്താണ് അന്തരം? അതും നമുക്ക് പഠിപ്പിച്ചത്.
അതുകൊണ്ട് ഈ സൂഫികൾ ഔലിയാക്കൾക്ക് നൽകുന്ന ഡെഫിനിഷൻ നിർവചനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അവർ ഏതോ ഒരു സാങ്കല്പികമായ ഒരു ലോകത്തെയാണ് ഔലിയാക്കളെ നോക്കിക്കാണുന്നത്. സങ്കല്പികമായും അത് ആത്മീയ ലോകത്ത് ഇങ്ങനെ കറങ്ങി നടന്ന് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ച് ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്ന ദൗത്യം ഏറ്റെടുത്ത ആത്മാക്കളാണ് ഔലിയാക്കൾ. അതുകൊണ്ടാണ് അള്ളാഹിനോട് മാത്രം ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ധൈര്യപൂർവ്വം ചോദിക്കുന്നത്. ഒക്കെ ചെയ്യാൻ കഴിവുണ്ടെന്നാണ് വിശ്വാസം, സൂഫികളുടെ വിശ്വാസം. പക്ഷെ അത് ധൈര്യപൂർവ്വം അവരുടെ ആ അപകടകരമായ വിശ്വാസങ്ങള് പ്രസംഗത്തിൽ പ്രഭാഷണങ്ങളിലും ധൈര്യപൂർവ്വം പറയണമെന്നില്ല. അതൊക്കെ ഏതെങ്കിലും ഒറ്റപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ സൂഫി വേദികളിലേക്ക് പോയി അവരുമായി കൂടുതൽ പരിചയപ്പെടുമ്പോഴാണ് അവരുടെ ഈ അപകടങ്ങളിലേക്ക് അവരെ എത്തിച്ച് അവര് അതിൽ വീഴ്ത്തും. കാരണം യഥാർത്ഥ സൂഫി ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റില്ല. ഈ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങൾ പോലെ തന്നെ കുറെ വേണ്ടാത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെ ഉണ്ട്. ഔലിയാക്കളെ പറ്റി പറഞ്ഞ് വളരെ മോശമായ രീതി ചിത്രീകരിക്കുന്ന അവരുടെ കാഴ്ചപ്പാട് അതെന്താണ് വലിയ പദവിയാണ്. ഇപ്പം ശരിക്ക് സൂഫിസത്തിന് തനി മുഖം കാണുന്നില്ല. ചില ഗ്രന്ഥങ്ങൾ പേരും പറഞ്ഞു. ഇപ്പം ഷാറാനി എഴുതിയ തബഖാത്തുൽ കുബ്ര അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സദസ്സിൽ പറയാൻ പറ്റാത്ത ധാരാളം കറാമത്തുകളാണ് ഔലിയാക്കൾക്ക് പേരിൽ അവര് ഈ ഷാറാനി എന്ന് പറഞ്ഞ പണ്ഡിതന് അതിൽ എഴുതിയിട്ടുള്ളത്. അതേപോലെ അൽ ഖവാഖിബ് ദുർരിയ എന്ന ഔലിയാക്കളുടെ ചരിത്ര ഗ്രന്ഥമാണ് മുനാവി എന്ന പണ്ഡിതൻ എഴുതിയത്. അതിലും ധാരാളം അബദ്ധങ്ങൾ. ഒരു വലിയ പരിചയപ്പെടുത്തുന്നതാണ്. അയാൾ പട്ടാപ്പകലിൽ ഭക്ഷണം കഴിക്കും, ഇത് നോമ്പുകാലത്ത്. എന്നിട്ട് വാങ്ങ് കൊടുക്കുന്ന ആളുകൾ കല്ലുകൊണ്ട് എറിയുന്നു. ഇത് രേഖപ്പെടുത്തിയതാണ്. കല്ലുകൊണ്ട് എറിയുന്നതാണ്. എനിക്ക് എന്റെ മീതെയാണോ തക്ബീർ ചൊല്ലുന്നത്? ഞാൻ എന്താ ക്രിസ്ത്യാനിയാണോ അമുസ്ലിമാണോ? എന്നിട്ട് വാങ്ങ് കൊടുക്കുന്ന ആളെ എറിയണം. വാങ്ങ് കൊടുക്കുന്ന മാത്രമല്ല, വാങ്ങ് കേൾക്കുമ്പോൾ അയാൾക്ക് അസ്വസ്ഥത ഉണ്ടാവും. ഔലിയാക്കളുടെ ഒരു കറാമത്തായിട്ട് ഇതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഞാനൊരു അറബി സൂഫികളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവരുമായി ചർച്ചയിൽ ഏർപ്പെട്ടപ്പോ ഈ അൽ ഖവാഖിബ് ദുരിയയിൽ ഉദ്ധരിച്ചു. അവർ പറഞ്ഞു ഈ ഖവാഖിബ് ദുരിയയിൽ ആരോ കടത്തിക്കൂട്ടിയതാണ്. അപ്പോൾ അതേ സംഭവം തന്നെ തബഖാത്തു ഷറാനിലുണ്ട്. അവർക്ക് പറയാൻ നിർവാഹമില്ല. ഞാൻ പറയുന്നത് കടത്തിക്കൂട്ടിയതാണ്. നോക്കിയത് ഇത് കടത്തിക്കൂട്ടിയതാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല? അപ്പൊ എന്താണ് അതിൽ? ഈ ഷിയാക്കളുടെ ഒരു തുകയ അവർക്കുമുണ്ട്. അവരുടെ സദസ്സിൽ അത് വലിയ കറാമത്തായിട്ട്. കാരണം ഇയാള് ബാഹ്യമായിട്ട് ശരീരത്തിന് വിരുദ്ധമായാണ് ചെയ്യുന്നത്. പക്ഷെ അയാൾക്ക് വ്യക്തമായി അള്ളാഹുവിൽ നിന്ന് നേരിട്ട് എൽമ കിട്ടിയിട്ടുണ്ട്. അതിനാണ് എൽമുൽ ലദുന്നി എന്ന് അവർ പേരിട്ടത്. ഇതാണ് അവരുടെ യഥാർത്ഥ എൽമ. അവരുടെ കാഴ്ചപ്പാടിലുള്ള ഔലിയാക്കൾ ഇങ്ങനെയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അതുകൊണ്ടാണ് അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇശ് ശൈത്താൻ എന്ന പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ധാരാളം ഇബ്നു തൈമിയ്യ തന്നെ സ്വന്തം അനുഭവങ്ങൾ പറയുന്നുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ വിളച്ച തരീഖത്തുകാരുമായി സംവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൽ അഹമ്മദിയാക്കൾ എന്ന് പറയും. ഇപ്പൊ നമ്മൾ അഹമ്മദിയാക്കൾ എന്ന് കേൾക്കുമ്പോൾ ആരെ ഉദ്ദേശിക്കുന്നത്? ഖാദിയാനികളെ. ഇബ്നു തൈമിയ്യ കാലഘട്ടത്തിൽ അഹമ്മദിയാക്കൾ എന്ന് പറഞ്ഞാൽ അത്താഇഫത്തുൽ അഹ്മദിയ്യ എന്ന് പറഞ്ഞാൽ റിഫാഇ തരീഖത്തിന്റെ ആൾക്കാർ, അഹമ്മദ് റിഫാഇയുടെ തരീഖത്തിന്റെ ആൾക്കാർ. അവരുമായി സംവദിച്ചു. ഭരണകർത്താവ് മുന്നിലുണ്ട്, അമീർ മുന്നിലുണ്ട്. അപ്പൊ ഇയാള് പറയാണ്, ഈ റിഫാഇ തരീഖത്തിന്റെ ശൈഖ് പറയാണ്, ഞങ്ങൾക്ക് പ്രത്യേക അവസ്ഥകളും അഹ്വാലുകളൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ പ്രത്യേക ഒരു ആത്മീയ ലോകത്താണ്. അതുകൊണ്ട് ശരീഅത്തിന് വിരുദ്ധമായിട്ടാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വിമർശിക്കാൻ പാടില്ല. ഞങ്ങൾ ആത്മലോകത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ശരീഅത്തിന്റെ ആൾക്കാരല്ല, തരീഖത്തിന്റെ ഹഖീഖത്തിന്റെ ആൾക്കാരാണ്. അപ്പോൾ ഹഖീഖത്തും ശരീഅത്തും തമ്മിൽ വേർതിരിച്ചു. ഇത് ശരീഅത്തിൽ പ്രവാചകന്മാരെ പഠിപ്പിച്ച നമസ്കാരം പോലെയുള്ള ശർഈയായ കർമ്മങ്ങളും അള്ളാഹു അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസം എന്താണ്? ശരീഅത്ത് എന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ഗ്രേഡിലാണ്. അവരോ നമസ്കരിക്കേണ്ട ആവശ്യമില്ല. ഈ സൂഫിസം കൂടുതൽ കല കയറി കഴിഞ്ഞാൽ നമസ്കാരം പോലെ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട. ഒരിക്കലും ഞങ്ങൾ മക്കത്തായിരുന്നു താമസം കുറെ വർഷങ്ങൾക്ക് മുമ്പ്.
ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് ഒരാൾ വന്നു, ഞങ്ങളുടെ വയനാട്ടുകാരനായ ഒരു തങ്ങളുടെ ഒരു മുരീദ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാനിപ്പോ ഹജ്ജിന് വന്നത് ഹജ്ജ് എനിക്ക് നിർബന്ധമായിട്ടല്ല. എന്താണ്, എന്റെ തങ്ങളായ ഷെയ്ഖായ ആ വലിയന് അദ്ദേഹത്തെ സന്ദർശിക്കലും അദ്ദേഹത്തിന് പൊരുത്തപ്പെടുത്തലാണ് എന്റെ ഹജ്ജ്. അതോടെന്തായി, ഹജ്ജ് നിർബന്ധമല്ല എന്ന് പറഞ്ഞതോടെ ഒരാള് മുസ്ലിമായി എന്നാണ് പണ്ഡിതന്മാർ ആകൾ പഠിപ്പിക്കുന്നത്. ഇവർ ഈ ഹഖീഖത്ത് ശരിയാത്ത് വേർതിരിച്ചിട്ടുണ്ട്. ഈ അസുഖം മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. ഹിജ്റ 597 മരണപ്പെട്ട ഇമാം ഇബ്നുൽ ജൗസി സൂഫികളെ വിമർശിച്ചുകൊണ്ട് തൽബീസ് ഇബ്ലീസിൽ പറഞ്ഞിട്ടുണ്ട്, സൂഫികൾ വലിയ അപകടത്തിൽപ്പെട്ടതാണ് ഹഖീഖത്തും ശരിയാത്ത് തമ്മിൽ വേർതിരിച്ചത്. അപ്പോ എന്താണ് അഹ്മദി തരീഖത്തിന്റെ ഷെയ്ഖ് പറയാൻ, ഞങ്ങൾക്ക് പ്രത്യേക ആത്മീയ അവസ്ഥകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്താണ്, പല അത്ഭുതങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. തീയിൽ പ്രവേശിക്കുന്ന അവരുടെ ഒരു അത്ഭുതമായിരുന്നു. അത് കറാമത്തായിട്ട് അവർ പറഞ്ഞു. ഇബ്നു തൈമിയ്യ പറഞ്ഞു, വെള്ളവും ഉപ്പും സുർക്കയും ചേർത്തിയ വെള്ളത്തിൽ നിങ്ങൾ കറി കുളിക്കുക, ഞാൻ നിങ്ങളും അതിൽ മുങ്ങുക, കുളിക്കുക. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും തീ കിടക്കുക, പ്രവേശിക്കുക. ആർക്കാണ് ആദ്യം പൊള്ളുന്നത്, തീയിൽ ആദ്യം ചാടുന്നത്, തീയിൽ പുറത്തോട്ട് ആദ്യം ചാടുന്നത്, അവൻ പരാജയപ്പെട്ടു. നമുക്ക് നോക്കിയറിയാമോ? അപ്പോ ആ ഷെയ്ഖ് പറഞ്ഞു, അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് നേരിട്ട് തീ കിടക്കാൻ. അപ്പൊ എന്താണ് ഇബ്നു തൈമിയ്യ പറയാണ്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായും ഓർമ്മയില്ല, പക്ഷെ ഈ തവളയുടെയും അതേപോലെ പല ജന്തുക്കളുടെയും നെയ്യൊക്കെ ശരീരത്തിൽ തേച്ച് ഒരു പ്രത്യേക രൂപത്തിൽ അതിന് ഹിമായത്ത് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് ആ തീ പ്രവേശിക്കുന്നത്. ഒരു തരം മന്ത്രവാദം, സിഹറും. അതാണ് കറാമത്ത് പറഞ്ഞത്. ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഇവിടുന്ന് എഴുന്നേൽക്കാൻ പാടില്ല ഈ പറഞ്ഞ വെള്ളത്തിൽ കുളിക്കാതെ. അങ്ങനെ പറഞ്ഞ് ഇബ്നു തൈമിയ്യ പറയാണ്, അയാളുടെ മുഖക്കാകെ വാടി, അമീറിന്റെ മുന്നിൽ ആകെ അയാള് ശരിക്ക് വഷളായി എന്ന് പറയും. മാത്രമല്ല ഇബ്നു തൈമിയ്യ പറയുന്നു, ഇങ്ങനെയുള്ള പല ഈ ശൈത്താനീയത്തായ മായാജാലങ്ങൾ കാണിക്കുന്നതിന് മുന്നിൽ ആയത്തുൽ കുർസി ഓതിയാൽ അപ്പം പരാജയപ്പെട്ടു പോകും. അപ്പൊ എനിക്കിതൊക്കെ ഖുർആന് ശരിക്ക് തർജ്ജമ ചെയ്യേണ്ട ഒരു പുസ്തകമാണ്. അത് തർജ്ജമ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് വിവരം കിട്ടിയത്. ഇത് ഇൻഷാ അല്ലാഹ് പുറത്തേക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ പുറത്തിറങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ? ഇത് ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ആയത്താണ് ശൈഖ് പറയാണ്, ധാരാളം മതിയാവുന്നതാണ് ഈ വിഷയത്തിൽ. സൂറത്ത് ആല ഇമ്രാൻ ആയത്ത്, ആയത്ത് മിൻ സൂറത്തി ആല ഇമ്രാൻ ഹിയ ഖൗലുഹു ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, എന്നാൽ നിങ്ങൾ അള്ളാഹു സ്നേഹിക്കണം. അപ്പോ അള്ളാഹുവിന്റെ മിത്രങ്ങളാണ് ആര്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളാകാനുള്ള മാനദണ്ഡം എന്താണ്? എന്നെ പിൻപറ്റുക. ഇത്തിബാഅാണ് വിലായത്തിന് ഒന്നാമത്തെ മാനദണ്ഡം. പിഴച്ചുപോയ സൂഫികളുടെ മാനദണ്ഡമാണ് ഒരു വിലായത്തുള്ള ഒരു മനുഷ്യന് മൂസാ നബി അലൈഹിസ്സലാം ശരീഅത്തിൽ നിന്ന് ഖദർ നബി പുറത്തു പോയതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് ഒരു വിലായത്തുള്ള ഒരു മഹാൻ പുറത്തു പോകാം. ഇതാണ് പിഴച്ചു പോയ സൂഫികളുടെ വിശ്വാസം. എന്താണ് പണ്ഡിതന്മാർ മറുപടി കൊടുത്തത്? ഖദർ നബി അലൈഹിസ്സലാം ഒന്നാമതായി മൂസാ നബിയുടെ ശരീഅത്തിൽ പിൻപറ്റാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിയല്ല. കാരണം മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്ത് എല്ലാ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനല്ലായിരുന്നു ആര്? മൂസാ നബി അലൈഹിസ്സലാം. ബനൂ ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. മാത്രമല്ല മൂസാ നബി അലൈഹിസ്സലാം ശരീഅത്തിന് വിരുദ്ധമായിട്ടല്ല പ്രവർത്തിച്ചതാര്? ഖദർ നബി അലൈഹിസ്സലാം. ചില അവ്യക്തതയുണ്ടായി, എന്നാൽ കാര്യം വിശദീകരിച്ചു കൊടുത്തപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം വിമർശിച്ചിട്ടില്ല. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ മറുപടി കൊടുത്തത്. അപ്പോൾ ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് ഒരു വലിയനും പുറത്തു കിടക്കാനുള്ള അവകാശമില്ല. ഈ പിഴച്ചുപോയ സംസ്കൃതങ്ങളടക്കം തള്ളിപ്പറഞ്ഞ തരീഖത്തുകാരുടെ അടിസ്ഥാന വ്യതിയാനം എന്താണ്? ശരീഅത്തിൽ നിന്ന് ഒരു വലിയന് പുറത്തു പോകാം.
അതുകൊണ്ടാണ് ഈ ദസൂഖിയ തരീഖത്തുകാരെ ഏപ്പിക്കാരടക്കം തള്ളിക്കളഞ്ഞത്. രണ്ടാമത്തെ ആയത് എന്താണ്? ഇനി ഔലിയാക്കൾ സുബ്ഹാനഹു നോക്കി നിങ്ങൾ നമ്മുടെ ഈ സലഫിയത്തിന്റെ ഒരു മഹാത്മ്യം നോക്കും. നമുക്ക് ഏതെങ്കിലും പണ്ഡിതന്റെ കേവലം വാക്കല് ശരിക്കും ഇവിടെ ഔലിയാക്കളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? സാങ്കല്പികമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആണോ? അല്ല, ആയത്തുകൾ മുൻവെച്ചുകൊണ്ടാണ്. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ ആരായി മാറി? വലിയായി മാറി. അള്ളാഹുവിന്റെ മിത്രങ്ങളാണ് ഔലിയാക്കള്. ഇത്തിബാഅ് ഒന്നാമത്തെ മാനദണ്ഡം. എന്നാൽ രണ്ടാമത്തെ വിശേഷണം യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതി അല്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന. സത്യവിശ്വാസികളെ, നിങ്ങളിൽ വല്ലവനും ദീനിൽ നിന്ന് പുറത്തു പോയാൽ, പിന്തിരിഞ്ഞു കളഞ്ഞാൽ, അള്ളാഹു പകരമായി ഒരു വിഭാഗത്തെ, ഒരു ജനതയെ കൊണ്ടുവരും. എന്താണ് ആ ജനതയുടെ വിശേഷണം? യുഹിബ്ബുഹും, അവരെ അള്ളാഹു സ്നേഹിക്കുന്നു. വയുഹിബ്ബൂനഹു, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, വിശ്വാസികളോട് സൗമ്യമായി പെരുമാറുന്ന, താഴ്മയോടെ പെരുമാറുന്ന വിഭാഗമാണ്. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, സത്യനിഷേധികളോട് പരുക്കമായി പെരുമാറുന്ന വിഭാഗം. യുജാഹിദൂന ഫീ സബീലില്ലാഹി വലാ യഖാഫൂന ഖതല, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ സമരം ചെയ്യുന്നു. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ ഒരു ആക്ഷേപവും അവർ മാനിക്കുന്നില്ല, ഭയക്കുന്നില്ല. സൂറത്തുൽ മാഇദയുടെ ആയത്ത്. ഇവിടെ ശരിക്കും എന്തൊക്കെ വന്നു? പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ കൊണ്ടുവരും. അവരുടെ ഒന്നാമത്തെ വിശേഷം എന്താണ്? അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹു അവരെയും സ്നേഹിക്കുന്നു. അപ്പൊ ആരായി മാറി? അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ വിശേഷം എന്താണ്? വിശ്വാസികളോട് സൗമ്യമായി പെരുമാറുന്ന, താഴ്മയോടെ പെരുമാറുന്ന വിഭാഗം. കുഫാറുകളോട്, അള്ളാഹുവിന്റെ ശത്രുക്കളോട് പരുക്കമായി പെരുമാറുന്ന വിഭാഗം. അള്ളാഹു ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ദ്രോഹിക്കുന്ന, യുദ്ധം പ്രഖ്യാപിക്കുന്ന ശത്രുക്കളാണ് ഇവിടെ ഉദ്ദേശം. അതല്ലാതെ മുസ്ലിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാത്ത, നാട് കടത്താത്ത അമുസ്ലിങ്ങളോട് നല്ല നിലയ്ക്ക് പ്രവർത്തിക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പല ആയത്തുകളിലും ഹസന എന്ന് തറാത്തുണ്ട്. നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം, നല്ലത് സംസാരിക്കണം. ജനങ്ങൾ പറഞ്ഞാലും വിശ്വാസികളും പെട്ടു, അവിശ്വാസികളും പെട്ടു. ശേഷമുള്ള ആയത് സൂറത്ത് യൂനുസിലായത് നോക്കൂ നിങ്ങൾ. വആയത്തുൻ ഫീ സൂറത്തി യൂനുസ വഹിയ ഖൗലുഹു. ഇവിടെ ആയത്തുൻ ഫീ യൂനുസ എന്ന ശീലം തീരാൻ വേണ്ടി ഒരു ചെറിയൊരു ഗ്രാമർ ചോദിക്കുകയാണ്. പലർക്കും അറിയാവുന്ന ഗ്രാമറായിരിക്കും. ഫീ എന്താണ്? ഹർഫു ജറാണ് അല്ലേ? അതിനുശേഷം ശരിക്കും കസ്റാണ്, കസ്റ അവസാനം വരേണ്ട വാക്കാണ് വരേണ്ടത്. അവിടെ ഫീ യൂനുസിൻ എന്ന് പറഞ്ഞില്ല, ഫീ യൂനുസ എന്ന് പറഞ്ഞു. എന്താണ് ഇതിന്റെ കാരണം? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. കൈ പൊക്കണം. ഇത്ര പറഞ്ഞു. ഫീ യൂനുസ മാഷാ അല്ലാഹ് മംനൂൻ മിന സർഫാണ്. അതിന് രണ്ട് കാരണമുണ്ട്. ഒരു കാരണം എന്താണ്? അറബി പേരല്ല. രണ്ടാമത്തെ നിങ്ങളതിന് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒന്ന് മാഷാ അല്ലാഹ് സവാക്കാട് കിച്ചൻ, ഇതിനും ശരിക്കും സമ്മാനം അറിയിക്കേണ്ടതാണ്. അതായത് മംനൂഅ് മിന സർഫാണ്. ഇത് മംനൂഅ് മിന സർഫാണ്. കസ്റും തെൻവീനും പറ്റാത്ത ഒരു അവസ്ഥക്കാണ് മംനൂഅ് മിന സർഫ് എന്ന് പറയുന്നത്. ഇപ്പൊ യൂനുസ് എന്ന ഒരു പ്രവാചകന്റെ പേരാണ്. ആ പേരിന്റെ ശേഷം ഇത് അവസാനത്ത് പാടില്ല, കസ്റ് പാടില്ല, തെൻവീനും പാടില്ല. യൂനുസി എന്ന് പറയാൻ പാടില്ല, യൂനുസി എന്ന് പറയാൻ പാടില്ല. ഹർഫ് ജർ വന്നാൽ പോലും. എന്താ കാരണം? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അത് ഒരു വ്യക്തിയുടെ പേരാണ്, അതിനാണ് എന്ത് ആലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്താണ്? അത് അനറബി പേരാണ്, ഇസ്മുൻ അജമിയാണ്, അറബി പേരല്ല. ഈ രണ്ട് കാരണം ഒത്തുചേർന്ന എന്തായി മാറി? കസ്റും പാടില്ല, തെൻവീനും പാടില്ല. മംനൂഅ് മിന സർഫ് എന്ന് പറയും. ഉദാഹരണമായി ഇബ്രാഹിം, ഫീ ഇബ്രാഹിമ, ഫീ ഇസ്മാഈല, ഫീ ദാവൂദ എന്നാ പറയുന്നത്. മനസ്സിലായി? അത് ക്ഷീണം തീരാൻ വേണ്ടിയിട്ട് ഇനി മറക്കരുത്. അവർ പക്ഷെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ വരാൻ പറ്റുകയാണെങ്കിൽ ചോദ്യം ചെയ്യും.
സൂറത്ത് യൂനുസിലെ ആയത്ത് ഇതാണത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ നിശ്ചയമായും അറിയുക, അവർക്ക് ഭയക്കേണ്ടതില്ല, അവർക്ക് വ്യസനിക്കേണ്ടതില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. കാരണം അല്ലാഹുവിന്റെ ഔലിയാക്കൾ വിശ്വസിക്കുകയും തഖ്വ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ്. വിശ്വാസവും തഖ്വയും ഉള്ള വിഭാഗമാണ് ഔലിയാക്കൾ. ഇങ്ങനെ തഖ്വയുടെ മാനദണ്ഡം അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രകാരം പ്രവർത്തിക്കുക, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കുക, പിന്തിരിഞ്ഞു കളയുക. അതാണ് തഖ്വയുടെ മാനദണ്ഡം. അങ്ങനെ ചെയ്ത് അള്ളാഹു ശിക്ഷയിൽ നിന്ന് നാം സ്വയം രക്ഷ തേടുക. വിഖായത്തിൽ നിന്നാണ് ഏത് ഉടലെടുത്തത്? തഖ്വ ഉത്ഭവിച്ചത്. ഇത് വിഖായത്തിനാണ് രക്ഷ തേടുക. വഖാ യഖി എന്ന ക്രിയയാണ്. വഖാ എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു. അപ്പം സംരക്ഷണത്തിൽ നിന്നാണ്. ഏതിൽ നിന്ന് സംരക്ഷണം? അള്ളാഹു ശിക്ഷയിൽ നിന്ന്. എങ്ങനെ നമുക്ക് സംരക്ഷണം കിട്ടുക? അള്ളാഹുവിന്റെ വിധിവിലക്കൾ അനുസരിച്ച് പ്രവർത്തിക്കുക. തഖ്വയുടെ മാനദണ്ഡമാണ്. ശരീഅത്തിന് വിരുദ്ധമായി നടക്കുന്നവർ അള്ളാഹുവിന്റെ ഔലിയാക്കളല്ല. പണ്ഡിതന്മാർ പറയുന്നു, അവർ എന്ത് അത്ഭുതങ്ങൾ കാണിച്ചാലും അത് പൈശാചിക അത്ഭുതങ്ങളാണ്, അത് ഔലിയാക്കളുടെ അത്ഭുതങ്ങളല്ല. ഈ സൂഫിയാക്കളുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടാൽ വിചാരിക്കും ഈ വിലായത്തിന്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് തന്നെ ഈ ഔലിയാക്കളുടെ കറാമത്തുകൾ തന്നെ കാണിക്കാനാണ്. അതാണ് ഈ കറാമത്തുകൾ. ഒരു വലിയന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കറാമത്ത് ഇത് സ്ഥിരപ്പെട്ടതാണ്, സഹിഹായ കറാമത്താണെങ്കിൽ അത് ആ വലിയന്റെ ഈമാനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ്. ഇവരുടെ ഒരു സാങ്കല്പിക ലോകത്തേക്ക് കൊണ്ടുപോയി ആകെ വഷളാക്കി. യഥാർത്ഥത്തില് അതിനുശേഷം ഈ ശരീഅത്തിന്റെ വിരുദ്ധമായ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഖദർ നബി അലൈഹി സ്വലാം സംഭവം പറഞ്ഞു. അതേപോലെ ഷെയ്ഖ് ഫൗസാന്റെ ആ കോപ്പിയിൽ ഇല്ലാത്തൊരു ഭാഗമുണ്ട്. ഇവിടെ നിങ്ങളെ ഈ കോപ്പിയിലും ഉണ്ടോ എന്നൊരു സംശയമാണ്. ثم صار الامر, അതിന്റെ ശേഷം വായിക്കാണ്. ثم صار الامر, എന്നാൽ കാര്യം എന്തായി മാറി? عند اكثر من يدعي العلم, ഇൽമ വാദിക്കുന്ന ശേഷമുള്ളതാണ് ജിഹാദുമായി ബന്ധപ്പെട്ടത്. ഇൽമ വാദിക്കുന്ന അധിക പേരും എങ്ങനെയായി മാറി? وانه من هداة الخلق, ജനങ്ങളെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നവരാണെന്ന് വാദിക്കുന്നവർ. وحفاظ الشرع, ശരീഅത്തിൽ സംരക്ഷകരാണെന്ന് സ്വയം വാദിക്കുന്നവർ. ഇലാ അന്ന ഔലിയാ അല്ലാഹി ലാ ബുദ്ദ ഫീഹി മിൻ തർക്കി ഇത്തിബാഇ റസൂൽ, പ്രവാചകന്മാരെ പിൻപറ്റൽ ഉപേക്ഷിക്കൽ നിർബന്ധമാണ് ഔലിയാക്കൾക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്കായി മാറി. അതിന് ഉദാഹരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഔലിയാക്കൾക്ക് ശരീഅത്തിൽ നിന്ന് പുറത്തു പോകാം. ആര് പുറത്തു പോയതുപോലെ? ഖദർ നബി അലൈഹി സ്വലാം മൂസ നബിയുടെ ശരീഅത്തിൽ നിന്ന് പുറത്തു പോയതുപോലെ. അതിന് മറുപടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ومن تبعهم فليس منهم, പ്രവാചകന്മാരെ പിൻപറ്റിയവർ ആരിൽപ്പെട്ടവരല്ല? ഔലിയാക്കളിൽപ്പെട്ടതല്ല. അവർ ശരീഅത്തിന്റെ അവർ ശരിക്കും ഹഖീഖത്ത് ഉൾക്കൊണ്ടിട്ടില്ല. അവർ ശരീഅത്തിനാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് മുമ്പുള്ള സൂഫിയാക്കൾ എന്ന് പറഞ്ഞത് മസാകീൻ അൽ ഹദീസ്. ഈ ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ മിസ്കീന്മാരാണ്. എന്താണ്? യുഹദ്ദിസൂന മയ്യിതൻ അൻ മയ്യിത്ത്, അവർ മയ്യിത്തിൽ നിന്നാണ് ഹദീസ് ഓടിയിരിക്കുന്നത്, ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഹദ്ദസനാ ഇമാം ബുഖാരി പറയുകയാണ്, എന്റെ ഉസ്താദ് എനിക്ക് പഠിപ്പിച്ചത്. ഇമാം ബുഖാരി ഉസ്താദ് മരിച്ചു പോയിട്ടുണ്ട്. അയാൾ ഉസ്താദ് മരിച്ചു പോയിട്ടുണ്ട്. മരിച്ചവരുടെ ഒരു ശൃംഖലയാണ്, ഇസ്നാദാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. വെട്ടിത്തരമാണ് അവരുടെ കാഴ്ചപ്പാട്. ഞങ്ങളോ യുഹദ്ദിസു അനിൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരിക്കാത്ത ഹയ്യിൽ നിന്നാണ് നേരിട്ട് ഞങ്ങൾക്ക് ഇൽമു കിട്ടുന്നത്. അത് പറഞ്ഞത് സൂഫികളുടെ വിശ്വാസമാണ്. ഇതൊക്കെ ശരിക്കും വെറുതെ പറഞ്ഞത് അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ആ രീതി ഉപേക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം. ഒലാബുദ്ധ ഇതുണ്ടോ? ഒലാബുദ്ധ മിൻ തർക്കിൽ ജിഹാദ്. ഷെയ്ഖ് ഫൗസാന്റെ ആ കോപ്പിയില്ല, അതുകൊണ്ട് പറയാനാണ്. ഒലാബുദ്ധ മിൻ തർക്കിൽ ജിഹാദ്. സുബ്ഹാനല്ലാഹ്, ജിഹാദ് നിർബന്ധമായും ഉപേക്ഷിക്കണം. അവൻ ജാഹദ പരിസരം, അതായത് ശത്രുക്കളോട് പോരാടുക, രണാകുളത്തിൽ വെച്ച് ശത്രുക്കളുമായി യുദ്ധത്തിൽ ഏർപ്പെടൽ, അത് ഉപേക്ഷിക്കണം. അത് പറഞ്ഞത് സൂഫികൾ. എങ്കിലാണ് വിനായക പദവിയിലേക്ക് വരാൻ പറ്റും. വലാബുദ്ധ മിൻ തർക്കിൽ ഈമാനി വത്തഖ്വ,
ഈമാനും തഖ്വയും ഉപേക്ഷിക്കണം. തഖ്വന്റെ മാനദണ്ഡം പറഞ്ഞു. അതായത് അല്ലാഹുവിന്റെ ശരീഅത്തനുസരിച്ച് നാം പ്രവർത്തിക്കുക, അത് ഉപേക്ഷിക്കണം. അതായത് അതിനേക്കാൾ ഉയർന്ന പടിയിലേക്ക് നാം ഉയരണം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഈമാനും തഖ്വയനുസരിച്ച് ജീവിക്കുന്നവർ അവരിൽപ്പെട്ടവരല്ല. ആരിൽപ്പെട്ടവരല്ല? ഔലിയാക്കളിൽപ്പെട്ടവരല്ല. ശൈഖ് പറയാണ്, യാ റബ്ബന അല്ലാഹുവേ നസ്അലുക അൽഅഫ്വ വൽ ആഫിയത ഇന്നക സമീഉദ് ദുആ. ഇതുപോലെയുള്ള കുഫ്രിയത്തായ അപകടകരമായ ഈ വാദങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. നീ പ്രാർത്ഥന കേൾക്കുന്നവരാണ്, സ്വീകരിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഇതിനുള്ള ഒരു ആധുനിക കാലഘട്ടത്തിൽ ഒരു ഉദാഹരണമാണ് ഈ പിഴച്ച സൂഫികൾ. ഇതിന്റെ ഒരു അപകടകാരികളായ ഒരു വിഭാഗമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ബ്രേൽവികൾ. ഈ ബ്രേൽവികളുടെ ചരിത്രം വായിച്ചു നോക്കുകയാണെങ്കിൽ ഈ ജിഹാദിന്റെ വിഷയം പറഞ്ഞപ്പോൾ അഹമ്മദ് റിദാൽ ബ്രേൽവി ജിഹാദിനെ ശക്തമായി വിമർശിച്ചാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ അധിനിവേശം ഉണ്ടായപ്പോൾ അവർക്കെതിരെ പോരാടേണ്ടതില്ല, സൂഫികൾ അവരുടെ ദർഗകളിലും അതേപോലെ തന്നെ അവരുടെ ഇബാദത്തിന്റെ കേന്ദ്രങ്ങളിലും തപസ്സിരുന്ന് ഇബാദത്തിലും ദിക്റിലും ഔറാദിലും ഒഴുകിക്കൊണ്ടാണ് ജിഹാദ് ചെയ്യേണ്ടത്. എന്താണ് തെളിവ്? റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ എന്ന ദുർബലമായ ഈ വ്യാജ ഹദീസാണ്. അതായത് ജിഹാദുൽ അസ്ഗർ ഏതാണ്? യുദ്ധം, പോരാട്ടം. അതിൽ നിന്ന് വലിയ ജിഹാദിലേക്ക് ഞങ്ങൾ തിരിച്ചു മടങ്ങി. ഇതാണ് സൂഫിസം. അതുകൊണ്ട് അതൊന്നും ശരിക്ക് മനുഷ്യന്റെ മനസ്സിനെ ക്ലിയർ ആക്കുന്ന, തസ്കിയത്തും തസ്ഫീറും നൽകുന്ന ഒരു രീതിയല്ല ജിഹാദ് എന്നാണ് ബ്രേൽവിയുടെ വാദം. ഇത് ആർക്ക് നല്ല സഹായമായി? ബ്രിട്ടീഷുകാർക്ക്, ശത്രുക്കൾക്ക് സഹായമായി. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാണ്, സുബ്ഹാനല്ലാഹ്, അതൊക്കെ മുമ്പേ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പുസ്തകമുണ്ട് ഇസ്തിഖാമ. അതിൽ അദ്ദേഹം പറയാണ്, വഅമ്മൽ ജിഹാദു ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ്, ഫൽഗാലിബു അലൈഹിം അന്നഹും അബ്അദു അൻഹു മിൻ ഗൈരിഹിം. അതായത് ഏറ്റവും ജിഹാദിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വിഭാഗമാണ് സൂഫികൾ. حتى نجد في عوام المؤمنين من الحب للامر بالمعروف والنهي عن المنكر والمحبه وتعظيم الامر الله والغضب والغيرة لمحارم الله وقوت المحبه والموالاه لاولياء الله എന്ന് പറഞ്ഞ് ഇവിടുത്തെ പറയാണ്, സാധാരണ ജനങ്ങൾക്ക് പോലും അവർ നന്മ കൽപ്പിക്കാനും തിന്മയെ വിരോധിക്കാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടാനുമുള്ള ആ ഈമാന് പോലും ആർക്ക് നഷ്ടപ്പെട്ടു? ഈ ജിഹാദിൽ നിന്ന് വിട്ടുനിന്ന സൂഫികൾ ഔലിയാക്കളാണെന്ന് വാദിക്കുന്നവർ നഷ്ടപ്പെട്ടു. അവർക്ക് ജിഹാദ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് അവർ ഉയർന്നിട്ടില്ല. അത് ഈമാന് ദൗർബല്യമാണ്, അത് വിലായത്തിന്റെ അടയാളമല്ല എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ സൂഫികളെ വിമർശിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സംഗീതത്തിന്റെ വിഷയമാണ് ഇസ്തിഖാമ എന്ന പുസ്തകത്തിൽ ഈ സൂഫികളാണ് ദീനിന്റെ പേരിൽ സംഗീതം, പാട്ട് പാടാൻ പ്രോത്സാഹിപ്പിച്ചത്. ഇസ്ലാമിക ദീൻ അത് ശരിക്കും ഹുശൈനി പോലെയുള്ള സൂഫികളായ പണ്ഡിതന്മാരെ വിമർശിക്കുകയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ചെയ്യുന്നത്. എന്തായാലും എന്തുകൊണ്ടാണ് ഈ ജിഹാദ് സൂഫികൾ വിമർശിക്കാൻ കാരണം? അതൊരു ഉദാഹരണം പറഞ്ഞു, ബ്രേൽവികളുടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അവരെന്താ ചെയ്താൽ ജിഹാദ് പ്രോത്സാഹിപ്പിച്ച പണ്ഡിതന്മാർ, അത് അഹ്ലെ ഹദീസ് പണ്ഡിതന്മാരാകട്ടെ ദൈവബന്ധി പണ്ഡിതന്മാരടക്കം ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദീകളാണെന്നാണ് ഫത്വ കൊടുത്തത് അഹ്മദ് ബിൻ ബ്രേൽവി. ബ്രേൽവിയുടെ വിശ്വാസപ്രകാരം എല്ലാവരും മുർത്തദ്ദീകളാണ്. എന്തുകൊണ്ടാണ് ദൈവബന്ധി പണ്ഡിതന്മാർ മുർത്തദ്ദീകളായത്? കാരണം അവർ കാഫിറാക്കിയ സലഫി പണ്ഡിതന്മാരെ ദൈവബന്ധി പണ്ഡിതന്മാരെ കാഫിറാക്കിയിട്ടില്ല. അടുത്ത വിഷയം കണ്ടിട്ട് കാഫിറാക്കിയിട്ടില്ല. അതുകൊണ്ട് ആര് കാഫിറായി? ദൈവബന്ധി പണ്ഡിതന്മാരും കാഫിറാണെന്ന് അവർ വിധിച്ചു. ഇതുവരെ ഈ ബ്രേൽവികളോട് പല വിഷയങ്ങളിലും കൂറ് കാണിച്ച അല്ലെങ്കിൽ യോജിച്ച ഒരു പണ്ഡിതനായിരുന്നു, ഹനഫി പണ്ഡിതനായിരുന്നു അബ്ദുൽ ബാരി ലഖ്നവി. അദ്ദേഹവും ദൈവബന്ധികളെ കാഫിറാക്കുന്നത് കൊണ്ട് അയാളും കാഫിറായി. ബ്രേൽവികൾ വളരെ അപകടം പിടിച്ച, ഇസ്ലാമിന്റെ പേരിൽ പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പല തോന്നിവാസികളും കാണിക്കുന്ന പിഴച്ചുപോയ, ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, അടുപ്പിക്കാൻ പറ്റാത്ത അപകടകാരികളായ സൂഫികളാണ് ബ്രേൽവികൾ. എന്താണ് ഈ അഹ്മദ് ബിൻ ബ്രേൽവി പറഞ്ഞത്? ജിഹാദ് ചെയ്തത് എന്താണ്? അതിന്റെ വീക്ഷണപ്രകാരം ഹറാമാണ്. ജിഹാദ് ഹറാമാണ്. ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച്
കാരണം എന്താണ്? ഇന്ത്യ രാജ്യം അത് ദാറുൽ ഹർബല്ല. ആ കാലത്ത് അതായത് എന്താണ്? ദാറുൽ ഇസ്ലാമാണ്. അദ്ദേഹം പറയാണ് ഇന്നൽ ഹിന്ദ ദാറുൽ ഇസ്ലാം, മുസ്ലിം രാഷ്ട്രമാണ് ഏത്? ഇന്ത്യ രാജ്യം. എന്നിട്ട് അതിനൊരു ആവശ്യത്തിന് പുസ്തകം കിട്ടും, അതായത് ജിഹാദ് പാടില്ല, അഥവാ ഈ ബ്രിട്ടീഷ് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ആക്കം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ്. എന്താണ്? ഇഅ്ലാമുൽ അഅ്ലാം ബിഅന്ന ഹിന്ദുസ്ഥാൻ ദാറുൽ ഇസ്ലാം, ഹിന്ദുസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാണ് എന്ന കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകമാണ് അദ്ദേഹം രചിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള വിദ്യാർത്ഥികളെ കുറിച്ച് തിരിച്ചറിയാനും അതിനെതിരെ ശക്തമായ രീതിയിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്യുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 5ാമത്തെ അസ്ലാണ് നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. അഥവാ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഖുർആനിൽ വന്ന പ്രധാനപ്പെട്ട 3 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ച വിശേഷണങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്. അതിലൊന്നെന്താണ്? ഇത്തിബാഅ്. അതേപോലെ തന്നെ വിശ്വാസികളോട് പ്രേമികളോട് നേരെ മറിച്ചാണ്. അതായത് എനിക്ക് അവർ കാണിക്കുന്ന ഈ തക്ഫീർ ഒക്കത്താണെന്ന് വിധിക്കുന്നത് ശരിക്കെന്താണ്? അത് ഈ ആയത്തിന് വിരുദ്ധമാണ്. അങ്ങനെയാണ് നമുക്ക് ഔലിയാക്കൾ തിരിച്ചറിയാൻ പറ്റും. ആയത്തിന് കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അങ്ങനെ മാർഗ്ഗത്തിൽ സമരം ചെയ്യുന്നു. അതേപോലെ തന്നെ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, ഔലിയാക്കൾക്ക് വ്യസനിക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ആരാണ്? അള്ളാഹു വിശ്വസിക്കുകയും തഖ്വ ആർജിക്കുകയും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അപ്പോൾ ഇതാണ് ഔലിയാക്കളെ കുറിച്ച് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വിവരിച്ചത്. ശരീഅത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് പ്രവാചകന്മാരെ പിൻപറ്റാതെ ഒരു വിലായത്തും ആരും ആഗ്രഹിക്കേണ്ട. അതെന്താണ്? ശൈത്താനിയത്താണ്, അത് വിലായത്ത് അല്ല എന്നാണ് നമ്മുടെ ശൈഖ് വിവരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല